ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ചില ഐഡൻറ്റിറ്റീസ്, ചില പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്ന ചില സമവാക്യങ്ങൾ. അതിൽപ്പെട്ട ഒന്ന് a+b ഹോൾ സ്ക്വയർ. a+b ഹോൾ സ്ക്വയർ എന്താണ്? a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. കുറേ ആളുകൾക്കറിയില്ല എന്താണ് ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇത്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നൊക്കെ. ശരിക്കും പറയണത് a+b ഹോൾ സ്ക്വയർ ഒന്നും കാണാനുള്ള ഒരു സമവാക്യമോ ഒരു ഇക്വേഷനോ അല്ല. ഇത് പറയണത് a+b ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ഇതേപോലെ a+b ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണെങ്കിൽ ഈ ബ്രാക്കറ്റിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്നായി മാറും എന്നാണ്. ഉദാഹരണത്തിന് x പ്ലസ് 2 ഹോൾ സ്ക്വയർ, ഇത് a+b ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ്, എന്ന ഫോമിലാണ് അല്ലേ. ഈ ബ്രാക്കറ്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് ഈ ബ്രാക്കറ്റും ഉള്ളത്. a എന്ന് പറയുന്ന സ്ഥാനത്ത്, a എന്ന് പറയുന്ന പൊസിഷനിൽ x എന്ന നമ്പറുമാണ്, b എന്ന് പറയുന്ന പൊസിഷനിൽ 2 എന്ന നമ്പറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ a എന്ന സ്ഥാനത്ത് നമ്മൾ a+b ഹോൾ സ്ക്വയറിനെ ബ്രാക്കറ്റ് തുറന്നാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. ഞാൻ a കാണുന്ന സ്ഥലത്ത് x എന്ന് കൊടുത്താൽ a സ്ക്വയർ എന്ന് പറയുമ്പം x സ്ക്വയർ എന്നായിട്ട് മാറും. പ്ലസ് 2 ഇൻറ്റു a എന്ന് പറയുന്ന സ്ഥലത്ത് x ആയതുകൊണ്ട് x ഇൻറ്റു b എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഏത് നമ്പറാണ്? 2 ആയതുകൊണ്ട് ഇവിടെ ഞാൻ ഇൻറ്റു 2 പ്ലസ് b സ്ക്വയർ എന്നാണ്. അപ്പം 2 എന്നതിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു x സ്ക്വയർ 2 ഇൻറ്റു 2 പ്ലസ് 4 ആണ്. ഇൻറ്റു ഒരു x ഉണ്ട്, അപ്പം 4x പ്ലസ് 4. ഇതാണ് a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും a+b ഹോൾ സ്ക്വയർ പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്.